أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر إلى الذين نافقوا يقولون لإخوانهم الذين كفروا من أهل الكتاب لئن نخرجتم لنخرجن معكم ولا نطيع فيكم أحدا أبدا وإن قوتلتم لننصرنكم والله يشهد إنهم لكاذبون لئن نخرجوا لا يخرجون معهم ولئن قوتلوا لا ينصرونهم ولئن نصروهم ليولن الأدبار ثم لا ينصرون لأنتم أشد رهبة في صدورهم من الله ذلك بأنهم قوم لا يفقهون لا يقاتلونكم جميعا إلا في قرى محصنة أو من وراء جدر بأسهم بينهم شديد تحسبهم جميعا وقلوبهم شتى ذلك بأنهم قوم لا يعقلون كمثل الذين من قبلهم قريبا ذاقوا وبال أمرهم ولهم عذاب أليم كمثل الشيطان إذ قال للإنسان اكفر فلما كفر قال إني بريء منك إني أخاف الله رب العالمين فكان عاقبتهما أنهما في النار خالدين فيها وذلك جزاء الظالمين صدق الله العلي العظيم. ഓക്കെ, ഇനി അതിന്റെ ഒരു മീനിങ് കേട്ടോളൂ കേട്ടോ. അലം തറ ഇലല്ലദീന നാഫഖു, താങ്കൾ നോക്കുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആണല്ലോ ഖുർആൻ അവതരിച്ചത്. അപ്പൊ അതുകൊണ്ട് റസൂലിനോട് പറയാണ്, അലം തറ ഇലല്ലദീന നാഫഖു, കപട വിശ്വാസം സ്വീകരിച്ച, നിഫാഖ് കാണിച്ച ആളുകളിലേക്ക് താങ്കൾ നോക്കുന്നില്ലേ? യഖൂലൂന, അവർ പറയുന്നു, ലി ഇഖ്വാനിഹിമുല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ്, ലി ഇഖ്വാനിഹിമുല്ലദീന കഫറു, അവരുടെ തന്നെ സഹോദരങ്ങളോട്, അല്ലദീന കഫറു എന്ന് പറഞ്ഞാല് നിഷേധികളായിട്ടുള്ള അവരുടെ സഹോദരന്മാരോട് അവർ പറയുന്നു, മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരിൽപ്പെട്ട നിഷേധികളായ അവരുടെ സഹോദരന്മാരോട് അവർ പറയുന്നു, ലൈൻ ഉഖ്രിജ്തും, നിങ്ങളെ പുറത്താക്കിയാൽ, നിങ്ങൾ പുറത്താക്കപ്പെട്ടാൽ, അഖ്റജ എന്ന് പറഞ്ഞാല് പുറത്താക്കി, ഉഖ്രിജ എന്ന് പറയുമ്പോ പുറത്താക്കപ്പെട്ടു. ലൈൻ ഉഖ്രിജ്തും, നിങ്ങൾ പുറത്താക്കപ്പെട്ടാൽ, അതായത് നിങ്ങളെ അവര് മുസ്ലിങ്ങൾ പുറത്താക്കിയാൽ, ലനഖ്റുജന്ന മഅക്കും, ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളോടൊപ്പം ഞങ്ങളും പുറപ്പെടും. ഖറജ, അതിനാണ് നഖ്റുജന്ന മഅക്കും, തീർച്ചയായിട്ടും, ഷുവർ, അബ്സല്യൂട്ട്ലി ഷുവർ, ദർ ഈസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്, അതാ പറയുന്നത്. ലനഖ്റുജന്ന മഅക്കും, ആ ലാമ് താക്കീദിന്റെയാണ്, നൂനും താക്കീദിന്റെയാണ് കേട്ടാ. അപ്പൊ നിങ്ങൾ പുറത്താക്കപ്പെട്ടാൽ ഞങ്ങളും ലനഖ്റുജന്ന മഅക്കും, ഞങ്ങളും നിങ്ങളോടൊപ്പം പുറപ്പെടുക തന്നെ ചെയ്യും. വലാ നുതീഉ ഫീക്കും അഹദൻ അബദ, വലാ നുതീഉ, അതാഅ യുതീഉ എന്ന് പറഞ്ഞാല് അനുസരിക്കുക, ഇതാഅത്ത് അനുസരണം. വലാ നുതീഉ ഫീക്കും അഹദൻ അബദ, നിങ്ങളുടെ വിഷയത്തിൽ ഞങ്ങൾ ആരെയും ഒരിക്കലും അനുസരിക്കുകയില്ല. വഇൻ ഖൂതിൽതും, ഇനി നിങ്ങളോട് യുദ്ധം ചെയ്യപ്പെട്ടാൽ, ഖാതല എന്നതിന്റെ പാസീവ് വോയിസ് മജ്ഹൂലാണ്, കൂത്തില. ഖാതല എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തു, കൂത്തില എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യപ്പെട്ടു. നിങ്ങളോട് യുദ്ധം ചെയ്യപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് മുസ്ലിങ്ങളെ യുദ്ധം ചെയ്താൽ, ലനൻസുറന്നക്കും, ഞങ്ങൾ നിങ്ങളെ തീർച്ചയായും സഹായിക്കുക തന്നെ ചെയ്യും. സത്യമായിട്ട് പറയാ, ആണയിട്ട് പറയാന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് ലനൻസുറന്നക്കും, തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. വല്ലാഹു യഷ്ഹദു, തീർച്ചയായും അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു, ഇന്നഹും ലകാദിബൂൻ, അവര് നുണ പറയുന്നവരാണ്, പച്ചക്കള്ളമാണ്
അവര് പറയുന്നത് എന്നതിന് അള്ളാഹു സാക്ഷിയാണ്. എന്താ ഈ പറഞ്ഞത്? നമ്മളിപ്പോ യുദ്ധത്തിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ബനൂ നളീർ നോട് ഇസ്ലാമിക സമൂഹം അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലുള്ള സമൂഹം സ്വീകരിച്ച നടപടികളെ കുറിച്ചാണ്. ആ നടപടികളിൽ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം, ഞങ്ങള് മുസ്ലിങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ച ഒരു വിഭാഗം, പക്ഷെ ഹൃദയം കൊണ്ട് വിശ്വസിക്കാത്ത, എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ തകർക്കണമെന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചിരുന്ന കപടവിശ്വാസികളായിട്ടുള്ള ആളുകൾ, അവരെ കുറിച്ചാണ് നമ്മളിപ്പോ ഈ 11-ാമത്തെ ആയത്തില് അള്ളാഹു പറയുന്നത്. അവരിലേക്ക് നോക്കൂ, അലംതറ ഇലല്ലദിന നാഫഖു, അവരുടെ അടുത്തേക്ക് നോക്കൂ, അല്ലെങ്കിൽ അവരുടെ കാര്യം എടുത്തു നോക്കൂ, അവരുടെ കാര്യം ശ്രദ്ധിച്ചു നോക്കൂ. എന്നിട്ട് പറയാണ്, ഈ മുനാഫിക്കുകള് ജൂതന്മാർക്ക്, ബനൂ നളീറിന്റെ ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ദിവസം അവധി കൊടുത്തല്ലോ അല്ലെ. 10 ദിവസം അവധി കൊടുത്തു, നമ്മൾ പറഞ്ഞു അത് അല്ലെ. നിങ്ങള് ഒരു ഒട്ടകത്തിന്റെ പുറത്ത്, ഒരാൾക്ക് ഒട്ടകത്തിന്റെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഈ മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ രഹസ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടരൊന്നും അറിയാതെ പോയിട്ട് ജൂതന്മാരോട് പറഞ്ഞ വർത്താനമാണ് ഇത്. എന്ത്? അതുകൊണ്ടാണ് യഖൂലൂന ലി ഇഖ്വാനിഹിമുൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബിൽപ്പെട്ട, വേദക്കാരിൽപ്പെട്ട നിഷേധികളായ തങ്ങളുടെ സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ ബനൂ നളീറിന്റെ ആളുകൾ. ബനൂ നളീറിന്റെ ആളുകളോട് ഇവർ പോയിട്ട് പറഞ്ഞെന്താ, ലൈൻ ഉഖ്രിജ്തും ലനഖ്റുജന്നമാക്കും, അഥവാ മുസ്ലിങ്ങൾ നിങ്ങളെ ഈ 10 ദിവസത്തിന് ശേഷം പുറത്താക്കിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ലനഖ്റുജന്നമാക്കും, ഉറപ്പായിട്ടും ഞങ്ങള് നിങ്ങളോടൊപ്പം പുറപ്പെട്ടു വരും, ഞങ്ങളും ഉണ്ടാവും നിങ്ങളോടൊപ്പം, നിങ്ങൾ ഇവിടുന്ന് ഒറ്റയ്ക്ക് പുറപ്പെട്ടു പോകേണ്ടി വരില്ല എന്ന് ഇവർ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ പരിപൂർണമായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയെ ധിക്കരിച്ചിട്ട് ഒരു രഹസ്യ കരാർ അവർ ഉണ്ടാക്കണമെന്ന് അർത്ഥം കേട്ടോ. എന്ന് മാത്രമല്ല പിന്നെ പറയുന്നത്, വലാ നുതിഉ ഫീക്കും അഹദൻ അബദ, നിങ്ങളുടെ വിഷയത്തിൽ ആരെയും ഞങ്ങൾ അനുസരിക്കില്ല. അത് മുഹമ്മദ് ആയിക്കൊള്ളട്ടെ, മുഹമ്മദിന്റെ റബ്ബായിക്കൊള്ളട്ടെ, ആരായിക്കൊള്ളട്ടെ, ഞങ്ങൾ എന്ത് ചെയ്യില്ല, ആരെയും ഈ വിഷയത്തിൽ അനുസരിക്കില്ല. ഇനി വഇൻ ഖുതിൽതും, നിങ്ങളോട് അവർ യുദ്ധം ചെയ്യാനാണ് ഭാവമെങ്കിൽ ലനൻസുറന്നക്കും, ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. അവര് 2000 പടയാളികൾ ഓഫർ ചെയ്തു എന്നാ പറയുന്നത് ചരിത്രത്തിൽ. അതായത് നിങ്ങൾക്ക് ഈ ബനൂ നളീറിനോട് അഥവാ മുസ്ലിങ്ങളെങ്ങാനും യുദ്ധത്തിന് വന്നാൽ 2000 പടയാളികളെ കൊണ്ട് ഞങ്ങൾ നിങ്ങളെ സഹായിക്കും എന്നാര് പറഞ്ഞു? ഈ മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ പറഞ്ഞു. പക്ഷെ അള്ളാഹു അവരുടെ ആ വാചകം ഉദ്ധരിച്ചതിന് ശേഷം ആയത്തിന്റെ അവസാനം പറയുന്ന വാക്കെന്താ? വല്ലാഹു യഷ്ഹദു, അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു, അള്ളാഹുവിന് നന്നായിട്ട് അറിയാം, ഇന്നഹും ലകാദിബൂൻ, ഈ മനുഷ്യന്മാര് നുണ പറയുന്നവരാണ്, ഇവരിതൊന്നും പാലിക്കാൻ പോകുന്നില്ല, വെറും പച്ച കള്ളമാണ് ഇവര് പറയുന്നത് എന്ന് ആർക്കറിയാം? അള്ളാഹുവിന് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നിട്ട് അതിന്റെ ന്യായം അള്ളാഹു പറയണേ, ലഇൻ ഉഖ്രിജു, ഈ ബനൂ നളീർ എങ്ങാനും പുറത്താക്കപ്പെട്ടാൽ ലാ യഖ്റുജൂന മാഹും, ഇവര് അവരുടെ ഒപ്പം പുറപ്പെടാൻ പോകുന്നില്ല. അതാണ് വാസ്തവം. ബനൂ നളീർ പുറത്താക്കപ്പെട്ടാൽ ഇവർ അവരുടെ ഒപ്പം പുറപ്പെടാൻ പോകുന്നില്ല. ഇത് പറയുമ്പോ അവർ പുറപ്പെട്ടിട്ടില്ല കേട്ടാ. ഈ ആയത്ത് ഇറങ്ങുമ്പോ അവർ പുറപ്പെട്ടിട്ടില്ല. അവസാനം അത് തന്നെ സംഭവിച്ചു അല്ലെ. ബനൂ നളീർ പോയപ്പോ കപടവിശ്വാസികൾ അവരുടെ ഒപ്പം പോയോ? പോയില്ല. ബനൂ നളീറിന്റെ ഒപ്പം ഒരു കപടവിശ്വാസിയും പോയില്ല. അബ്ദുല്ലാഹിബ്നു ഉബയ്യോ അല്ലെങ്കിൽ അയാളുടെ മറ്റനുയായികളോ ആരും പോയില്ല. വലയിൻ കൂത്തിലു, ഇനി അഥവാ അവരോട് യുദ്ധമാണ് ചെയ്യുന്നതെങ്കിലോ ലായൻ സുറൂലഹും, അവരെ സഹായിക്കാനും പോകുന്നില്ല. ഇവരെ ഈ കപടവിശ്വാസികള് ആ ബനൂ നളീറിന്റെ ജൂതന്മാരെ സഹായിക്കാനും പോകുന്നില്ല. വലഇൻ നസറൂഹും, ഇനി അഥവാ സഹായിക്കാൻ വേണ്ടി ഇവര് പുറപ്പെട്ട് ഈ പറഞ്ഞ 2000 പേരെയും കൊണ്ട് ഇവര് വന്നാൽ എന്താ സംഭവിക്കുക? ലയുവല്ലുന്നൽ അദ്ബാർ, അവര് പിന്തിരിഞ്ഞോടുക തന്നെ ചെയ്യും. ദുബർ എന്ന് പറഞ്ഞ പുറകുവശം എന്നർത്ഥം. അദ്ബാർ എന്ന് പറഞ്ഞാൽ അവരുടെ പുറകുവശം വെച്ചിട്ട് അവർ ഓടിക്കളയും എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞ് ഓടിക്കളയും. അതാണ് ലയുവല്ലുന്നൽ അദ്ബാർ കേട്ടാ. അവര് പിന്തിരിഞ്ഞ് ഓടുക തന്നെ ചെയ്യും. സുമ്മലായുൻസറൂൻ, പിന്നെ അവർക്ക് ഒരർത്ഥത്തിലും ഒരു സഹായവും കിട്ടാൻ പോകുന്നില്ല. സുമ്മലായുൻസറൂൻ, പിന്നീട് അവരൊരിക്കലും സഹായിക്കപ്പെടുകയില്ല തന്നെ. അതാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അത് ലൈൻ ഉഖ്രിജു ലാ യഖ്റുജൂന മാഹും, അവർ പുറത്താക്കപ്പെട്ടാൽ ഇവരോടൊപ്പം പുറത്തു പോകുന്നില്ല, തീർച്ചയായിട്ടും അവർ പോവുകയില്ല. വലഇൻ ഖൂതിലു, അവരോട് യുദ്ധമാണ്
വിശ്വാസികൾ ചെയ്യുന്നതെങ്കിൽ ലാ യൻസുറുനഹും, ഇവരെ ആ ബനൂ നദീറുകാരെ സഹായിക്കാനും പോകുന്നില്ല. വല ഇൻ നസറുഹും, ഇനി അഥവാ അവര് കാലക്കേടിനെങ്ങാനും ഇവരെ സഹായിക്കാൻ പോയാലോ, ലയുവല്ലുന്നൽ അദ്ബാർ, ഇവരെന്ത് ചെയ്യും? പിന്തിരിഞ്ഞോടിക്കളയും. അതാണ് കപടവിശ്വാസികളുടെ സ്വഭാവം. അവർക്ക് യുദ്ധം എന്ന് പറയുന്നത് പേടിയാണ്, ഭയങ്കര പേടിയാണ്. അത് പിന്നീട് അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. സുമ്മലായുൻസറൂൻ, പിന്നീട് അവർ സഹായിക്കപ്പെടുകയില്ല. ലഅൻതും അശദ്ദു റഹ്ബത്തൻ ഫീ സുദൂരിഹിം മിനല്ലാഹ്, വിശ്വാസികളോട് അള്ളാഹു പറയണ്, ലഅൻതും, തീർച്ചയായും നിങ്ങളാണ്, അശദ്ദു റഹ്ബത്തൻ, ഏറ്റവും കൂടുതൽ അവർക്ക് പേടിയായിട്ടുള്ളത്, ഫീ സുദൂരിഹിം, അവരുടെ ഹൃദയങ്ങളിൽ, മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ അവർ പേടിക്കുന്നത് നിങ്ങളെയാണ്. ആരെക്കുറിച്ചാ പറയണ? വിശ്വാസികളെ കുറിച്ച്. അതായത് അവർക്ക് പേടി അള്ളാഹുവിനെ അല്ല, പിന്നെയോ ഈ വിശ്വാസികളെയാണ് പേടി. ദാലിക, കാരണം എന്താണെന്നറിയോ? ബി അന്നഹും ഖൗമുൻ ലാ യഫ്ഖഹൂൻ, അവര് ഗ്രഹിക്കാത്ത ജനതയാണ്, കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കാത്ത ഒരു ജനതയാണ് അവര്. കാര്യങ്ങളെ യഥാവിധി അവർ മനസ്സിലാക്കിയിരുന്നതെങ്കിൽ അവരാരെയാണ് കൂടുതൽ പേടിക്കുക? അള്ളാഹുവിനെയാണ് പേടിക്കുക. പക്ഷെ ഇവിടെ സംഭവിച്ചത് അവര് അള്ളാഹുവിനേക്കാൾ കൂടുതൽ നിങ്ങളെ പേടിക്കുന്നു. അൻതും അശദ്ദു റഹ്ബത്തൻ, നിങ്ങളാണ് അവരുടെ മനസ്സിൽ കൂടുതൽ ഭീതിയുള്ളത്. ആരെക്കാളും? മിനല്ലാ, ഫീ സുദൂരിഹിം മിനല്ലാ, അള്ളാഹുവിനേക്കാൾ അവരുടെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള പേടിയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഫ്ഖഹൂൻ, കാരണം അവര് കാര്യങ്ങളൊന്നും ഗ്രഹിക്കാത്ത ജനതയാണ്. യഫ്ഖഹൂൻ, ഫഖിഹ യഫ്ഖഹു എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുക. അതിൽ നിന്നാണ് ഫിഖ്ഹ് ഉണ്ടായത് കേട്ടോ. ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ കർമ്മശാസ്ത്രം എന്ന് പറയില്ലേ, ടെർമിനോളജി അനുസരിച്ച് കർമ്മശാസ്ത്രം. പക്ഷെ ശരിക്കും ഫിഖ്ഹ് എന്ന് പറഞ്ഞാല് ഒരു കാര്യം ഗ്രഹിക്കുന്നതിനാണ് പറയാ കേട്ടോ, ഒരു കാര്യം മനസ്സിലാക്കുന്നതിനാണ് പറയാ. അപ്പോ അവര് കാര്യങ്ങൾ ഗ്രഹിക്കാത്ത ഒരു ജനതയാണ്. ഇനി പറയാണ്, ലാ യുഖാതിലൂനക്കും ജമീഅൻ, അവര് നിങ്ങളോട് യുദ്ധം ചെയ്യുകയില്ല, നിങ്ങളോട് എല്ലാവരോടുമായിട്ട് അവര് യുദ്ധം ചെയ്യുകയില്ല. ഇല്ലാ ഫീ ഖുറൻ മുഹസ്സന, ഒരു സുഭദ്രമായ ഗ്രാമങ്ങളിൽ വച്ചല്ലാതെ, പട്ടണങ്ങളിൽ വച്ചല്ലാതെ. മുഹസ്സന എന്ന് പറഞ്ഞാൽ ഹിസ്ന് എന്ന പദത്തിനാണ്. ഹിസ്ന് എന്ന് പറഞ്ഞാൽ കോട്ട, മുഹസ്സന എന്ന് പറഞ്ഞാൽ കോട്ടയാൽ ചുറ്റപ്പെട്ട വില്ലേജുകള്. കറിയത്തിന്റെ ജമാണ് ഖുറ. കറിയത്ത് എന്ന് പറഞ്ഞാല് വില്ലേജ് അല്ലെങ്കിൽ പട്ടണം, രണ്ടിനും പറയും. അറബി ഭാഷയിൽ രണ്ടിനും പറയാം. അപ്പോ കോട്ടകളാൽ, സുഭദ്രമായ കോട്ടകളാൽ വലയിതമായ പട്ടണങ്ങളിൽ വച്ചല്ലാതെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുകയില്ല. ലാ യുഖാതിലൂനക്കും ജമീഅൻ, നിങ്ങളെല്ലാവരും ഒന്നിച്ച് കണ്ട അവർക്ക് പേടിയാണ്. അങ്ങനെ അഥവാ നിങ്ങളോട് അവർ യുദ്ധം ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അത് എന്തിലായിരിക്കണം? അവർക്ക് അവരുടെ ചുറ്റും നല്ല ഭദ്രമായ കോട്ടകൾ വേണം. ഔമിൻ വറാഇ ജുദുർ, ജിദാറിന്റെ ആണ് ജുദുർ. ജിദാർ എന്ന് പറഞ്ഞാൽ എന്താ? മതില്. നമ്മുടെ വലിയ കോട്ടകള്, ആ കോട്ടകൾക്ക് ചുറ്റും മതിൽ കണ്ടിട്ടില്ലേ? ഈ മതിലിന്റെ പുറകിലിരുന്നിട്ട് അങ്ങോട്ട് അമ്പ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങോട്ട് മറ്റേ കല്ലെറിയുക, ഇതൊക്കെ അല്ലാതെ അങ്ങനത്തെ കോട്ടകൾക്ക് അകത്തിരുന്നിട്ട് അല്ലെങ്കിൽ മതിലുകൾക്ക് പിന്നിലിരുന്നിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള യുദ്ധം അല്ലാതെ നേരിട്ട് ഫേസ് ടു ഫേസ് ഒരു എൻകൗണ്ടർ, വാളുമായിട്ട് നേരിട്ട് യുദ്ധം ചെയ്യുക എന്നുള്ളത് അവർക്ക് പറ്റാത്ത സംഗതിയാണ്. ലാ യുഖാതിലൂനക്കും ജമീഅൻ ഇല്ലാ ഫീ ഖുറൻ മുഹസ്സന ഔ മിൻ വറാഇ ജുദുർ, അവർ നിങ്ങളോട് എല്ലാവരോടും നേരിട്ട് യുദ്ധം ചെയ്യുകയില്ല. ഇല്ലാ ഫീ ഖുറൻ മുഹസ്സന, സുഭദ്രമായ കോട്ടകളാൽ ചുറ്റപ്പെട്ട പട്ടണങ്ങളിലോ ഗ്രാമങ്ങളിലോ വെച്ചല്ലാതെ. ഔ മിൻ വറാഇ ജുദുർ, അല്ലെങ്കിൽ മതിലുകൾക്ക് പിന്നിലിരുന്നിട്ടല്ലാതെ അവര് യുദ്ധം ചെയ്യില്ല. ബഅസുഹും ബൈനഹും ഷദീദ്, ഇത് ആരെക്കുറിച്ചായി പറയണം? ആരെക്കുറിച്ചായി പറയണം? മുനാഫിക്കുകളെ കുറിച്ചാണ്. കപടവിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. ബഅസുഹും, അവരുടെ ഇടയിലുള്ള വൈരം. ബഅസ് എന്ന് പറഞ്ഞാൽ വൈരം, ശത്രുത. ബഅസുഹും ബൈനഹും ഷദീദ്, അവരുടെ ഇടയിലുള്ള വൈരം അത് ഭയങ്കര ശക്തമാണ്. അതായത് ഈ കപടവിശ്വാസികൾ പരസ്പരം തന്നെ
ശത്രുക്കളാണ്. അവരുടെ ഇടയിൽ തന്നെ പല ഗോത്രങ്ങളുണ്ട്. ആ ഗോത്രങ്ങളിൽ ഒരാൾക്ക് നേതാവാകണം, മറ്റൊരാൾക്ക് രാജാവാകണം, വേറൊരാൾക്ക് സൈന്യാധിപനാകണം, വേറൊരാൾക്ക് ആ ഗോത്രത്തിന്റെ ഏതെങ്കിലും നല്ല സ്ഥാനങ്ങൾ വേണം. അപ്പോ ഇവര് മുസ്ലിങ്ങൾക്കെതിരെ ഒന്നിച്ചു നിൽക്കുന്നു എന്ന് തോന്നിക്കുമെങ്കിലും ബഅസുഹും ബൈനഹും ശദീദ്, അവർക്കിടയിലുള്ള ഈ ബഅസ്, വിരോധം, പരസ്പരമുള്ള വൈരം, അത് ഭയങ്കര ശക്തമാണ്. തഹ്സബുഹും ജമീഅൻ, നിങ്ങൾ അവരെ കുറിച്ച് വിചാരിക്കുന്നു ജമീഅൻ, അവരെല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് വിചാരിക്കുന്നു. ജമീഅ, ജം എന്ന് പറഞ്ഞ ബഹുവചനം എന്നല്ല അർത്ഥം, ജം അതാണ് ജമീഅ, എല്ലാവരെയും. അവർ ഒറ്റക്കെട്ടാണ് എന്ന് നിങ്ങൾ അവരെ കുറിച്ച് വിചാരിക്കുന്നു. പക്ഷെ ഖുലൂബുഹും ശത്ത, അവരുടെ ഹൃദയങ്ങളാകട്ടെ ശത്ത. ശത്ത എന്ന് പറഞ്ഞാല് ചിതറിയതാണ്, ഛിന്ന ഭിന്നമായതാണ്. മനസ്സിലായോ? അതായത് നിങ്ങൾ അവരെ കുറിച്ച്, അവർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവര് എല്ലാവരും ഒന്നാണ്, ഈ മുനാഫിക്കുകളൊക്കെ ഒന്നാണ് എന്ന് വിചാരിക്കുന്നു. പക്ഷെ അവരുടെ പരസ്പരം ചിതറിയതാണ്. ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണ്. നമുക്കും അങ്ങനെ സംഭവിക്കാം. അതായത് നമ്മുടെ മനസ്സ് പലപ്പോഴും നിസ്കാരത്തിൽ നിൽക്കുമ്പോഴൊക്കെ അല്ലെ, അങ്ങനെ അതിനെ കുറിച്ച് പറയാറുണ്ട്. ഒരാളുടെ മനസ്സ് നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ ചിതറിപ്പോകുന്നു എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ അള്ളാന്റെ മുമ്പിലാണ് നിൽക്കുന്നത്, അള്ളാഹിനോടാണ് ചോദിക്കുന്നത്. പക്ഷെ നമ്മുടെ മനസ്സിൽ പലത് ചിന്തകൾ വരും അല്ലെ. കറി അടുപ്പത്താണോ, നാളെ ഓഫീസിൽ എന്താ സംഭവിക്കുക, കടം തരാൻ ആരൊക്കെ ഉണ്ട്, കച്ചവടം ചെയ്തതിന്റെ കണക്ക്, കച്ചവടം ചെയ്തതിന്റെ കണക്ക്, കിട്ടാനുള്ള കടം, കൊടുക്കാനുള്ള കടം, പിന്നെ നാളെ എവിടെ പോകണം, ഇപ്പൊ ഈ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ എന്താണ് പരിപാടി, ഈ പരിപാടിയൊക്കെ നമ്മുടെ മനസ്സിൽ തരാം. അങ്ങനെയുള്ള ഹൃദയത്തെ പറയാം കൽബുൻ ശത്ത എന്നാ പറയാം, ചിതറിയ ഹൃദയം. അത് നമസ്കാരം പോലുള്ള ആരാധനാകർമ്മങ്ങളിൽ അങ്ങനെ വരാം. അല്ലാതെ നമ്മള് പൊതുവായ അവസ്ഥയിലായിരിക്കുമ്പോഴും അങ്ങനെ വരാം. അതായത് ഒന്നിലൊരു തൃപ്തി വരാത്ത മനസ്സ്, ജോലിയിൽ തൃപ്തിയില്ല, എന്തൊക്കെയുണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ പോണ് അല്ലെ, നമ്മുടെ മലയാളികളുടെ ഒരു വർത്താനം, അങ്ങനെ പോണ് എന്ന് പറഞ്ഞാൽ ഒന്നിലൊരു തൃപ്തിയില്ല. ഇപ്പൊ ജീവിക്കണ വീട്ടില് തൃപ്തിയില്ല, ഇപ്പൊ ഉള്ള വാഹനത്തിന്റെ കാര്യത്തിൽ തൃപ്തിയില്ല, ഇപ്പൊ ഉള്ള ജോലിയുടെ കാര്യത്തിൽ തൃപ്തിയില്ല, എത്രത്തോളം ഉടുക്കുന്ന വസ്ത്രത്തിൽ പോലും തൃപ്തിയില്ല. അതൊക്കെ അങ്ങനെയുള്ള ഒരു ഹൃദയത്തെയാണ് എന്ത് പറയാ, കൽബുൻ ശത്ത. കുലൂബുൻ ശത്ത, അത് ചിതറിയ ഹൃദയമാണ്. ഒന്നിലും ഫോക്കസ് ചെയ്യാതെ എല്ലാറ്റിലും ഇങ്ങനെ ചിതറി നടക്കുന്ന ഹൃദയമാണ്. അപ്പൊ ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അവരെ കാണുമ്പോ, അവരെ കുറിച്ച് ചിന്തിക്കുമ്പോ അവരെല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് വിചാരിക്കും, സഖ്യകക്ഷികളാണെന്ന് വിചാരിക്കും. പക്ഷെ അവരുടെ ഹൃദയം പരസ്പരം ചിതറി നിൽക്കണം. എന്ന് പറഞ്ഞാൽ ഹൃദയത്തില് ഡിഫറെന്റ് പർപ്പസ് ആണ്, ഡിഫറെന്റ്. പാർട്ടി പോലെ. വളരെ കറക്റ്റാണ്. അങ്ങനത്തെ ഉദാഹരണമാണ്. അതായത് എല്ലാവർക്കും ഭരണപക്ഷത്തെ എതിർക്കണം, പക്ഷെ എതിർക്കാനായിട്ട് ഒരു യോജിച്ച അജണ്ട ഇല്ല. അവരെല്ലാവരും പ്രൈം മിനിസ്റ്റർ ആവണം, അതന്നെയാണ്. എല്ലാവർക്കും ഓരോരോ താല്പര്യങ്ങളാണ്. അതാണ് വലുത്. ദാലിക്ക, എന്നിട്ട് അള്ളാഹ് പറയുന്നത് ദാലിക്ക, അതെന്തുകൊണ്ടാണെന്നറിയോ, ബി അന്നഹും ഖൗമുൻ ലാ യഖിലൂൻ, ബി അന്നഹും, അവര് ഖൗമുൻ ലാ യഖിലൂൻ, ചിന്തിക്കാത്ത, ഗ്രഹിക്കാത്ത ജനതയായതുകൊണ്ടാണ്. മുമ്പത്തായത്തില് ബാങ്ക് കൊടുക്കുന്നുണ്ട്. ബാങ്ക് കേൾക്കണ്ടോ എല്ലാവരും? എല്ലാവരും കേൾക്കുന്നില്ലെങ്കിൽ നമ്മൾ നിർത്തണ്ട കേട്ടോ, നമ്മളത് തുടരാം. കേൾക്കുന്നുണ്ട് എല്ലാവരും, കേൾക്കുന്നവര് അതിന് മറുപടി പറഞ്ഞോ. നമുക്ക് പറഞ്ഞു ഇത് ഖുർആൻ ഓതി നമ്മൾ ഈ ക്ലാസ് തുടരുന്നോണ്ട് കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, എല്ലാവരും കേൾക്കുന്നില്ലെങ്കിൽ നമ്മൾ നിർത്തണമെന്നില്ല. ഓക്കെ. ബിഅന്നഹും ഖൗമുൻ ലാ യഖിലൂൻ, അവര് കാര്യങ്ങൾ ഗ്രഹിക്കാത്ത ജനതയാണ് എന്നാണ് പറഞ്ഞത്. ഇതിന്റെ മുമ്പത്തെ ആയത്തിൽ എന്താ പറഞ്ഞ, ബിഅന്നഹും ഖൗമുൻ ലാ യഫ്ഖഹൂന, അവര് കാര്യങ്ങൾ ഗ്രഹിക്കാത്ത ഒരു ജനതയാണ്. ഇവിടെ ഖൗമുൻ ലാ യഖിലൂൻ, അവര് ചിന്തിക്കാത്ത ജനതയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു അതിനൊരു ഉദാഹരണം പറഞ്ഞു, കമസലിൽ ലദീന മിൻ ഖബ്ലിഹിം ഖരീബൻ, ഇവർക്ക് തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയ ഒരു വിഭാഗത്തെ പോലെയാണ്. ഖരീബൻ എന്ന് പറഞ്ഞാല് വളരെ അടുത്ത് കഴിഞ്ഞുപോയ, ഇവർക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഒരു ജനതയെ പോലെയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റേ നമ്മുടെ ബദർ യുദ്ധത്തില്, ഉഹദ് യുദ്ധത്തില് ഒക്കെ മുശ്രിക്കുകൾ വന്നില്ലേ, മുശ്രിക്കുകൾ, അവരെ പോലെയാണ് ഇവര്. അവിടെ എന്താ സംഭവം, ദാഖൂ വബാല അംരിഹിം, അവരുടെ കാര്യങ്ങളുടെ പരിണതി, അന്തിമ ഫലം അവർ ആസ്വദിച്ചു.
വലഹും അദാബുൻ അലീം, അവർക്ക് കടുത്ത വേദനാജനകമായ ശിക്ഷയുണ്ട്. അതായത് ബദറില് മുശ്രിക്കുകള് ഈ പറഞ്ഞ പോലെയാണല്ലോ രംഗത്ത് വന്നത്, അല്ലെ? ഇപ്പൊ അങ്ങോട്ട് തവിട് പൊടിയാക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും തവിട് പൊടിയാക്കാം എന്ന ഉദ്ദേശത്തിലാണ് ആര് വന്നത്? ബദറില് മുശ്രിക്കുകൾ വന്നത്. പക്ഷെ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇവർ ആലോചിക്കുന്നില്ലേ? അതിനെക്കുറിച്ച് അതിലേക്ക് റെഫർ ചെയ്തിട്ടാണ് അള്ളാഹു പറയുന്നത്, കമസലിൽ ലദീന മിൻ ഖബ്ലിഹിം ഖരീബൻ, തൊട്ടു മുമ്പ് ഇവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളെ പോലെയാണ് ഇവർ. ദാഖു വബാല അംരിഹിം, തങ്ങളുടെ കാര്യങ്ങളുടെ അല്ലെങ്കിൽ തങ്ങളുടെ പരിണതി, അന്തിമ ഫലം അവർ ആസ്വദിച്ചു. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. അതായത് ഈ ഭൂമിയിൽ തന്നെ അവർ ആസ്വദിച്ചു. ഇത് പറയണോണ്ടുള്ള ഉദ്ദേശം എന്താ? ഇത് പറയണോണ്ടുള്ള ഉദ്ദേശം എന്താന്ന് വെച്ചാല് ഈ കപടവിശ്വാസികൾക്കും ഇത് തന്നെയാണ് കാത്തിരിക്കുന്നത്. അവര് ഇഹലോകത്ത് വിശ്വാസികളുടെ സൈന്യത്താൽ അവര് തകർക്കപ്പെടും, പരലോകത്ത് അവർക്ക് വേദനാജനകമായ ശിക്ഷ ഉണ്ടായിരിക്കുകയും ചെയ്യും. എന്നിട്ട് വേറൊരു ഉദാഹരണം കൂടി അള്ളാഹു പറയുന്നു, കമസലി ഷൈത്താൻ, ഏതുപോലെയാണ് അവരുടെ ഉപമ? പിശാചിനെ പോലെയാണ്, ഷെയ്ത്താനെ പോലെയാണ്. ഷെയ്ത്താൻ എങ്ങനെയാ ചെയ്തത്? ഇത് ഖാലലിൽ ഇൻസാൻ ഇക്ഫുർ, ഷെയ്ത്താൻ മനുഷ്യന്മാരോട് പറഞ്ഞു, ഇക്ഫുർ, നീ നിഷേധിച്ചോ, നീ കളവാക്കിയോ, നീ ഖുർആനെ തള്ളി പറഞ്ഞോ, നീ അനന്തരാവകാശ നിയമങ്ങളൊക്കെ തള്ളി പറഞ്ഞോ, എന്നിട്ട് പ്രത്യേകം വേറെ പെണ്ണ് കെട്ടിക്കോ, അല്ലെങ്കിൽ പിന്നെ മുസ്ലിം പേഴ്സണൽ ലോ അനുസരിച്ച് കെട്ടിയ പെണ്ണിനെ അത് മാറ്റിവെച്ച് പടച്ചോന്റെ നിയമമൊക്കെ മാറ്റി വെച്ചിട്ട് നീ മഹത്തായ ഭരണഘടനയൊക്കെ ഉപയോഗിച്ചോ, ഇക്ഫുർ, അതാണോ പറഞ്ഞല്ലോ? ഇത് ഖാലലിൽ ഇൻസാൻ ഇക്ഫുർ, നീ മനുഷ്യനോട് പിശാജ് പറയുന്നു, ഇക്ഫുർ, നീ നിഷേധിച്ചോ, അള്ളാഹുവിനെ കളവാക്കിക്കോ, അള്ളാഹുവിനെ തള്ളിക്കളഞ്ഞോ. ഫലമ്മ കഫറ, എന്നാൽ അവൻ അള്ളാഹുവിനെ തള്ളിക്കളഞ്ഞപ്പോ ഖാല, പിശാജ് എന്താ പറഞ്ഞത്? ഇന്നി ബരീ ഉമ്മിങ്ക, ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഒഴിവാണ് കേട്ടോ. അതായത് അതെവിടെ വെച്ചാ പറയാ? പരലോകത്ത് വെച്ച്. പിന്നെ ബദർ യുദ്ധത്തിലും പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ബദർ യുദ്ധത്തിൽ ഇത് പറഞ്ഞിട്ട് സംഭവിച്ചിട്ടില്ലേ? എന്താ സംഭവിച്ച? ബദർ യുദ്ധത്തിൽ പിശാച് എന്താ പറഞ്ഞ? മുശ്രിക്കുകളോട് പറഞ്ഞു, നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെട്ടോ, എല്ലാവരും ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുശ്രിക്കുകളെ കൂടെ കൂട്ടിയത്. പക്ഷെ യുദ്ധത്തിലെ സത്യവിശ്വാസികളുടെ ഒപ്പം മലക്കുകൾ ഇറങ്ങിയപ്പോ പിശാജ് പറഞ്ഞു, ഇന്നി അറാ മാല തറവും, നിങ്ങൾ കാണാത്തതിനെ പലതിനെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്തോളാൻ പറഞ്ഞിട്ട് പിശാജ് അവരെ ഇട്ടിട്ട് പോയി. ഇത് ഇഹലോകത്തും സംഭവിക്കും, പരലോകത്തും സംഭവിക്കും. നമ്മളോട് പിശാജ് ഓരോ കാര്യം പറഞ്ഞിട്ട് ചിലത് നല്ലതായി മോഹിപ്പിച്ചിട്ട് ചെയ്യിക്കും. പക്ഷെ നമ്മൾ അപകടത്തിൽ പെട്ട് കഴിയുമ്പോൾ പിശാജ് എന്ത് ചെയ്യും? നമ്മളവിടെ ഇട്ടിട്ട് ആ നടുക്കടലിൽ ഇട്ടിട്ട് പോയി കളയും. ഇത് പരലോകത്ത് വെച്ച് സംഭവിക്കും. നമ്മള് അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോ പിശാജിനെ അനുസരിച്ച ആളുകള് അവിടെ വെച്ച് പിശാജിനോട് ചോദിക്കും, നീയൊക്കെ പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ പണിയിലൊക്കെ നിന്നത്, അതുകൊണ്ട് ഇപ്പൊ നീ എന്നെ രക്ഷപ്പെടുത്താൻ നിനക്കാവോ എന്ന് പിശാജിനോട് ചോദിക്കുമ്പോ പിശാജ് പറയും, ഞാൻ നിന്നോടൊന്ന് നിന്റെ മനസ്സിലൊന്ന് തോന്നിപ്പിച്ചിട്ടേ ഉള്ളൂ, ബാക്കി ചെയ്തതൊക്കെ നീ തന്നെ ചെയ്തല്ലേ, അതുകൊണ്ട് നീ തന്നെ അനുഭവിച്ചോ എന്ന് പിശാജ് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടെന്നാണ് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പൊ കാല ഇന്നി ബരീ ഉമ്മിക്ക, ബറാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ബറാഅത്ത് എന്ന് പറഞ്ഞാൽ നിരപരാധിത്വം. നമ്മുടെ സൂറത്ത് തൗബയുടെ ആദ്യത്തിലില്ലേ, ബറാഅത്തു മിനല്ലാഹ്, അല്ലെ? അള്ളാഹു ഒഴിഞ്ഞിരിക്കുന്നു. മറ്റേ സത്യവിശ്വാസികളും റസൂലും ഒക്കെ മുശ്രിക്കുകളോട് ചെയ്ത കരാറിൽ നിന്ന് ഒഴിഞ്ഞു എന്നതാ. ഇവിടെ പിശാച് പറയുന്നത്, ഞാൻ നിന്നിൽ നിന്ന് ഒഴിവാണ്, നീ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ മാത്രം ഉത്തരവാദിത്വമാണ്, എനിക്ക് അതിൻ്റെ അകത്ത് ഒരു റോളും ഇല്ല, നീ തന്നെ അത് അനുഭവിച്ചോളാൻ പറഞ്ഞിട്ട് പിശാജ് ഓടിപ്പോകും. എന്നിട്ട് പറയും, പിശാജ് പറയുന്നത് എന്താ? അതാണ് ഏറ്റവും രസം, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, എനിക്ക് ഈ സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു എന്നാര് പറയണ്? പിശാജ് പറയണ്. എനിക്ക് ഈ അള്ളാഹിന് ഭയമുണ്ട്, പക്ഷെ ആ അള്ളാഹുവിനുള്ള നമ്മുടെ ഭയം ഇല്ലാതാക്കിയത് ആരാ? പിശാജാണ്. നമ്മുടെ ഭയം ഇല്ലാതാക്കിയിട്ട് മൂപ്പര് പറയണ്, നീയായി നിന്നെ പാടായി, പക്ഷെ എനിക്ക് ആരെ പേടിയുണ്ട്? അള്ളാഹിനെ പേടിയുണ്ട് എന്ന് പറയുന്നത്. അപ്പോ പിശാചിനെ അനുസരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും നഷ്ടമാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ പിശാചിന്റെ അനുയായികളെ പോലെയാണ് ആരാണെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്?
മുനാഫിക്കുകള്. ഈ മുനാഫിക്കുകള് ബനൂ നളീറിനെ പ്രകോപിപ്പിച്ച് അല്ലെങ്കിൽ അവർക്ക് അനുനയിപ്പിച്ച് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്, നിങ്ങൾ അഥവാ പുറത്തിട്ട് പോയാല് ഞങ്ങള് നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങൾ അഥവാ ഇനി നിങ്ങളോട് അവർ യുദ്ധമാണ് ചെയ്യണമെങ്കിൽ ഞങ്ങള് നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്യാം, 2000 ആളുകളെ ഞങ്ങൾ തരാം എന്നൊക്കെ പറഞ്ഞ് ഇവരെ പ്രലോഭിപ്പിച്ചിട്ട് യുദ്ധം ചെയ്ത് അവസാനം ഇവര് പുറത്താക്കപ്പെട്ടപ്പോഴോ ഇവരാരും ഉണ്ടായില്ല. ഒരു നിലക്കും ഈ അഹ്ലു കിതാബിനെ സഹായിക്കാൻ, യഹൂദന്മാരെ സഹായിക്കാൻ ആരുണ്ടായില്ല? ഈ മുനാഫിക്കുകൾ ഉണ്ടായില്ല. ഫകാന ആഖിബത്തുഹുമ, അവരുടെ രണ്ടു കൂട്ടരുടെയും പരിണതി. രണ്ടു കൂട്ടർ എന്ന് പറഞ്ഞാൽ ആരാ ഇവിടെ? ഈ പിശാചിന്റെ ഉദാഹരണം പറഞ്ഞിട്ട് പറയാണ്. ഫകാന ആഖിബത്തുഹുമ, രണ്ടു കൂട്ടരുടെയും കോൺസിക്വൻസ്, അനന്തരഫലം. ആരാ രണ്ടു കൂട്ടര്? രണ്ടു കൂട്ടരാരാ? പിശാചും അല്ല, പിശാചിനനുസരിച്ച ആളുകൾ. ഇവിടെ പിശാചിന്റെ ഉദാഹരണമല്ലേ പറഞ്ഞു? പിശാച് പറഞ്ഞു ഇക്ഫുർ, നീ നിഷേധിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് നിഷേധിച്ചു കഴിഞ്ഞപ്പോ ഫലമ്മ കഫറ ഖാല ഇന്നി ബരി, ഞാൻ നിന്നിൽ നിന്ന് ഒഴിവാണ്, എനിക്ക് റബ്ബിനെ പേടിയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കും റബ്ബിനെ പേടിയുള്ളതുകൊണ്ട് അവൻ രക്ഷപ്പെടോ? റബ്ബിനെ പേടിയുണ്ട് എന്ന് അവൻ പറയുമ്പോ അവൻ രക്ഷപ്പെടോ? ഇല്ല. എന്തുകൊണ്ട് രക്ഷപ്പെടൂല? ആ പേടി ഉണ്ടായിരിക്കെ തന്നെ അവൻ എന്ത് ചെയ്തു? മനുഷ്യരെ വഴിപിഴപ്പിച്ചു. അതുകൊണ്ട് ഫകാന ആഖിബത്തുഹുമ, അവരുടെ രണ്ടു കൂട്ടരുടെയും അനന്തരഫലം അന്നഹുമാ ഫിന്നാർ, രണ്ടു കൂട്ടരും എവിടെയാണ്? നരകത്തിലാണ്. ഖാലിദീന ഫീഹ, അതിലവർ ശാശ്വതവാസികളാണ്, എന്നെന്നും അവിടെ തന്നെ വസിക്കുന്നവരാണ്. വദാലിക ജസാഉൽ ളാലിമീൻ, അതാണ് ആരുടെ പ്രതിഫലം? ലാലിമീങ്ങളുടെ പ്രതിഫലം, അതായത് അക്രമികളായ ആളുകളുടെ പ്രതിഫലം അതാണ്. എന്താണ് പ്രതിഫലം? അവർക്കുള്ള പ്രതിഫലം നരകമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇവിടെ ഈ ആയത്തുകള് 11 മുതൽ 17 വരെയുള്ള ആയത്ത് ഒരു ഇതുണ്ട്. മുസാഫിൽ ഇപ്പൊ ഇങ്ങനെ കാണുന്നുണ്ട്, ഫീനാരി ഖാലിദൈനി എന്നല്ല ഇവിടെ കാണുന്നത്. സോറി, അത് ഞാൻ പാരായണം ചെയ്ത് തെറ്റിയതാണ്. ഖാലിദൈനി എന്നാണ്, ശരിയാണത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് വായിക്കേണ്ടത്. ഞാൻ ഓതിയത് തെറ്റിയതാണ്. അന്നഹുമാ ഫിന്നാരി ഖാലിദൈനി ഫീഹ, രണ്ടുപേരായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കുറെ പേരുണ്ടെങ്കിലാണ് എങ്ങനെ പറയാ? ഖാലിദീന എന്ന് പറയാം. കേട്ടാ, വളരെ അഹ്സൻത് മാഷാ അല്ലാഹ്, നിങ്ങൾ പറഞ്ഞത് നന്നായി. കാരണം രണ്ടുപേര്, അതായത് ഈ പിശാചിനെ അനുസരിച്ച ആളും രണ്ടുപേരും നരകത്തിൽ ശാശ്വതമായി വസിക്കുന്നവരാണ്. അതാണ് ഖാലിദൈനി. കേട്ടാ, അത് രണ്ടുപേരായതുകൊണ്ട് അങ്ങനെ പറയാം. അതേസമയം ഒരുപാട് ആളുകളുണ്ടെങ്കിൽ എങ്ങനെ പറയാം? ഖാലിദീന ഫീഹ. അത് ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുണ്ട്. ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹ, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞെടുത്ത്, അസ്ഹാബുന്നാറിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ഖാലിദീന ഫീഹ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോ ഈ 11 മുതൽ 17 വരെയുള്ള ആയത്തുകളിൽ മുനാഫിക്കളുടെ നിലപാടിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഓരോ ഭാഗത്തും ഓരോ അവസ്ഥകളാണ് പറയുന്നത്. ഈ മുനാഫിക്കളായിട്ടുള്ള ആളുകൾ ഇവരെ പറഞ്ഞ് ലോപിപ്പിച്ചു. ഇവരോട് പറഞ്ഞു, നിങ്ങൾ അഥവാ പുറത്താക്കപ്പെട്ടാൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും, അഥവാ നിങ്ങളോട് യുദ്ധം ചെയ്താൽ ഞങ്ങളും നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്യാനുണ്ടാവും, നിങ്ങൾ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവരെ യുദ്ധം ചെയ്യിച്ചു. പക്ഷെ അള്ളാഹു പറയണ് അങ്ങനെയൊന്നും അവർ ചെയ്യൂല. കാരണം അവര് വാക്ക് പാലിക്കാത്ത ആളുകളാണ്. അവരൊരിക്കലും പിന്നെന്തില്ല, ഇവരെ യുദ്ധം അഥവാ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്തിരിഞ്ഞോടും അവര്. കാരണം അവർക്ക് നിങ്ങളെയാണ് പേടി, മുസ്ലിങ്ങളെയാണ് പേടി. മുസ്ലിങ്ങൾ എന്തെങ്കിലും ഞങ്ങളെ ചെയ്യുമെന്നാണ് പേടി. അള്ളാഹു ഇതെങ്ങനെ എടുക്കും എന്നതല്ല. ഇത് നമ്മുടെ മനസ്സിലും നിഫാഖ് വരുമ്പോൾ ഒരു അവസ്ഥയാണ് കേട്ടാ. നമ്മൾ ജനങ്ങളെ പേടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കൂലേ? ആളുകൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുകയോ തെറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ മുനാഫിക്കായി എന്നല്ല, മറിച്ച് മുനാഫിക്ക് നമ്മളാവൂല. കാരണം നമുക്ക് കുറച്ച് വിശ്വാസം ഉണ്ടല്ലോ. പക്ഷെ നിഫാഖിന്റെ അടയാളം നമ്മുടെ മനസ്സിൽ വടന്നു, അല്ലെങ്കിൽ നിഫാഖിന്റെ ഒരു അംശം നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയതാണ്. അപ്പൊ നമ്മൾ ശരിക്ക് എങ്ങനെ റിയാ അതല്ല. റിയാ എന്ന് പറഞ്ഞാല് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുക. അതായത് ഇപ്പോ ലോകമാന്യം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുക. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് ഒരു സദസ്സിലിരിക്കുന്നു, ഒരാൾ വരുന്നു,
സഹായം ചോദിക്കുന്നു. നമ്മൾ ആദ്യം ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ കൊടുക്കാത്ത സഹായം എല്ലാവരും ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ സഹായം കൊടുക്കുന്നു. അതെന്താണ്? റിയാ ആണ്. അല്ലെങ്കിൽ നമ്മൾ നമസ്കരിക്കുമ്പോ കുറെ പേര് കാണാനുണ്ടെങ്കിൽ കുറച്ച് ഭംഗിയായിട്ട് നിസ്കരിക്കുക, അങ്ങനെ ഉണ്ടല്ലോ. ഇതുപോലെ ഇതിനാണ് എന്ത് പറയാ? റിയാ എന്ന് പറയാം. ഇത് നിഫാഖ് എന്ന് പറഞ്ഞാല് നമുക്ക് പിന്നെ അള്ളാഹനെ പേടിയുണ്ട് മനസ്സിൽ, പക്ഷെ അള്ളാഹുവിനേക്കാൾ കൂടുതൽ നമ്മൾ ആരെ പേടിക്കാം? ജനങ്ങളെ പേടിക്കാം. അള്ളാഹിന്റെ നിയമങ്ങള് ലംഘിക്കുന്നിടത്ത് അള്ളാഹുവിനെ അല്ല നമുക്ക് പേടി, പിന്നെയോ ജനങ്ങൾ എന്ത് വിചാരിക്കും എന്നതാണ് നമ്മുടെ പേടിയെങ്കിൽ അതിനെക്കുറിച്ചാണ് നിഫാഖിന്റെ അംശം നമ്മുടെ മനസ്സിൽ കടന്നു വന്നു എന്ന് പറയാം കേട്ടോ. അപ്പൊ അത് വളരെ സൂക്ഷിക്കേണ്ട സംഗതിയാണ്. അള്ളാഹിനെ പേടിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതും അള്ളാഹുവിനെ പേടിച്ചിട്ടായിരിക്കണം. ഓക്കെ. എന്നിട്ട് 2 ഉദാഹരണം പറഞ്ഞു. ഒന്ന് ഇവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, ബദർ യുദ്ധത്തിലും ഒക്കെ വന്ന മുശ്രിക്കുകളെ പോലെ നിങ്ങൾ ആവരുത്. കാരണം അവരുടെ ആ പ്രവൃത്തിയുടെ അനന്തരഫലം അവർ അനുഭവിച്ചു. ഈ ലോകത്ത് അനുഭവിച്ചു, ഇനി പരലോകത്ത് അവർക്ക് ശിക്ഷയുണ്ട്. 2ാമത്തെ ഉദാഹരണം പറഞ്ഞത് പിശാജ് മനുഷ്യന്റെ ഒപ്പം നിന്നിട്ട് അവനോട് നിഷേധിക്കാൻ പറയും. പക്ഷെ അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? പിശാജ് അവൻ ഒഴിഞ്ഞു പോകും. പക്ഷെ എന്നിട്ട് പറയും, എനിക്ക് അള്ളാഹുവിനെ പേടിയാണ്, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ എനിക്ക് പേടിയാണെന്ന് പറയും. പക്ഷെ അങ്ങനെ പേടിച്ചാൽ ആ പേടി കൊണ്ട് കാര്യമില്ല, മറിച്ച് യഥാർത്ഥത്തിൽ തന്നെ അള്ളാഹിനെ പേടിച്ചിട്ടാണ് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടത്. അങ്ങനെ അല്ലെങ്കിൽ ഈ 2 കൂട്ടരും നിഫാഖ് മുനാഫിക്കുകളായവരുടെയും അവരെ പിഴപ്പിച്ച പിശാചിന്റെയും ശിക്ഷ എന്തായിരിക്കും? അവര് 2 കൂട്ടരും നരകത്തിലാണ്, അവരവിടെ ശാശ്വതവാസികളാണ്. അതാണ് അക്രമികളായ ആളുകളുടെ ശിക്ഷ. ഇനി അടുത്ത ഭാഗം 18 മുതൽ 24 വരെ ഉള്ളത് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മനോഹരമായ ചില പാഠങ്ങളിൽപ്പെട്ട പാഠമാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ആഴ്ച എടുക്കാം. ഓക്കെ. എന്തെങ്കിലും സംശയമുണ്ടോ ഈ വിഷയത്തിൽ? ഇപ്പൊ നമ്മൾ ഇതുവരെ എടുത്ത വിഷയത്തില്? അസ്സലാമലൈക്കും. ചോദിച്ചു. കത്തല എന്ന് പറഞ്ഞാൽ കൊന്നു എന്നല്ലേ ഉസ്താദേ? കത്തല എന്ന് പറയുമ്പോ യുദ്ധം ചെയ്തു. ഖാത്തല എന്ന് പറയുമ്പോ പരസ്പരം കൊന്നു. അതായത് അറബിയിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. നമ്മള് ഇപ്പൊ ഒരു കാര്യം ഒരാള് മാത്രം ചെയ്യണേന് ഒന്ന് പറയും, ഫഅല പറയും. പക്ഷെ പരസ്പരം ചെയ്യണേന് ഫഅല എന്ന് പറയും. ഉദാഹരണത്തിന് നളല എന്ന് പറഞ്ഞാൽ ഒരാൾ തർക്കിച്ചു. നാവല എന്ന് പറഞ്ഞാല് ഒരാൾ അങ്ങോട്ട് തർക്കിച്ചപ്പോ മറ്റേ ഇങ്ങോട്ട് തർക്കിച്ചു. മനസ്സിലായോ? കത്തല കൊന്നു, കാത്തല എന്ന് പറഞ്ഞാല് അയാൾ ഇങ്ങോട്ടും കൊന്നു അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് യുദ്ധത്തിന് അർത്ഥം വരാം. അല്ല, യുദ്ധത്തിൽ അങ്ങനെയാണല്ലോ സംഭവിക്കണം. യുദ്ധത്തിൽ എന്താ സംഭവിക്കണം? മറ്റൊരാളെ കൊല്ലാൻ നോക്കുന്നു, അയാൾ ഇയാളെ കൊല്ലാൻ നോക്കുന്നു. അതുകൊണ്ടാണ് ഖാത്തല എന്ന് പറയുന്നത് യുദ്ധത്തിൽ. അപ്പൊ കത്തലയുടെ മജ്ഹൂല് കുത്തില അല്ലെ? കുത്തില, അതെ, കുത്തില. കാത്തലയുടെ ആണോ ഈ കൂത്തില എന്ന് വരുന്നത്? കൂത്തില, അതെ. കാത്തലയുടെ മജ്ഹൂലാണ് കൂത്തില. കറക്റ്റ്, നല്ല ചോദ്യം. കത്തലയുടേത് കുത്തില, കാത്തല എന്നുള്ളതിൻ്റെത് കൂത്തില. അതാണ് പാസീവ് വോയിസ്, മജ്ഹൂലായിട്ട് വരാം. വെരി ഗുഡ്. പിന്നെ മറ്റെന്തെങ്കിലും ഡൗട്ട്സ്? പിന്നെ ഞാന് തുടക്കത്തിൽ സൂചിപ്പിച്ച അനന്തരാവകാശ നിയമങ്ങൾ നമ്മളത് പഠിക്കേണ്ട വിഷയമാണ് കേട്ടാ. ഇപ്പൊ ഇനി ബാക്കി 3-4 മിനിറ്റ് നമ്മുടെ ബാക്കിയുള്ളൂ. പക്ഷെ എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് എന്തുകൊണ്ടാണ് ഇസ്ലാം